ഏവർക്കും +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം നടന്ന കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഈ വർഷത്തെ മോഡൽ എക്സാമിനേഷന് ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്കും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും നടന്ന മാത്തമാറ്റിക്സ് എക്സാം വളരെ സിമ്പിളായിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും നമ്മുടെ റിവിഷൻ ക്ലാസ്സും ഷുവർ ക്വസ്റ്റ്യൻ സീരീസും കണ്ട് പഠിച്ച കുട്ടികൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പബ്ലിക് എക്സാമിനേഷനും ഇതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും +2 വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൽ ഓരോ ചാപ്റ്ററിൻ്റെ PDF നോട്ട്സ്, ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻസ്, ടെസ്റ്റ് പേപ്പർ സീരീസ് തുടങ്ങിയവ നടത്തുന്നതാണ്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഈ വീഡിയോയിൽ ഈ വർഷത്തെ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ചോദിച്ചത്. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 1. If a matrix has 6 elements, then the order of the matrix. അറിയാം, ഒരു മെട്രിക്സിൻ്റെ ഓർഡർ m/n ആണെങ്കിൽ അതിലെ ടോട്ടൽ എലമെൻറ്റ്സ് അവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും m×n. അപ്പോൾ 6 എലമെൻറ്റ്സ് കിട്ടണമെങ്കിൽ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുന്ന ഓപ്ഷൻ ഏത്? 3/2. സോ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 3/2. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് എ 2/2 matrix whose elements are given by aij equal to 2i minus j. അപ്പോൾ എലമെൻസിൻ്റെ പ്രത്യേകത, പ്രോപ്പർട്ടി എന്താണ്? 2i minus j. വി ഹാവ് ടു കൺസ്ട്രക്ട് എ 2/2 മെട്രിക്സ്. അപ്പോൾ മോഡൽ മെട്രിക്സ് എഴുതുക. A11 A12, സെക്കൻഡ് റോയിൽ A21 A22. ഇതാണ് 2/2 മെട്രിക്സിൻ്റെ മോഡൽ. ഇനി ഓരോ എലമെൻറ്റ്സ് ആയിട്ട് കണ്ടെത്തണം. A11 ഇവിടെ ഐക്ക് 1 ജെക്കും 1 കൊടുക്കുക. അപ്പോൾ 2 - 1 ദറ്റ് ഈസ് 1. അടുത്ത് A12 ഐക്ക് 1 കൊടുക്കുക, ജെക്ക് 2. 2 - 2 0. നെക്സ്റ്റ് A21 ഐക്ക് 2 കൊടുക്കുക, ജെക്ക് 1. അപ്പോൾ 4 - ജെക്ക് 1 4 - 1 3. അടുത്ത് A22 ഐക്ക് 2 ജെക്ക് 2. 4 - 2 ദറ്റ് ഈസ് 2. ദറ്റ് ഈസ് മെട്രിക്സ് 1 0 3 2. വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 2. A equal to മെട്രിക്സ് 1 - 2 3 4. ഫൈൻഡ് A ട്രാൻസ്പോസ്. Also express A as the sum of a symmetric and skew symmetric matrix. എല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. സോ ആദ്യം A എന്ന മെട്രിക്സ് എടുത്തെഴുതുക. ദെൻ അതിൻ്റെ ട്രാൻസ്പോസ്, അല്ലേ, കുത്തനെ ഇരിക്കുന്നതിനെ ചരിച്ചെഴുതുക, ഷോർട്ട് കട്ട്. അല്ലെങ്കിൽ കോളത്തിന് റോയാക്കി എഴുതുക. ഫസ്റ്റ് കോളം 1 3 അത് ഫസ്റ്റ് റോയാക്കി എഴുതുക. സെക്കൻഡ് കോളം -2 4 അത് സെക്കൻഡ് റോയാക്കി എഴുതുക. വി ഗെറ്റ് എ ട്രാൻസ്പോസ്. വളരെ സിമ്പിളാണ്. നെക്സ്റ്റ്, ആ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ലെറ്റ് P ഈക്വൽ ടു ½ ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടെത്തുക. ½ ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. ഈ മെട്രിക്സും ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് 1 ഉം 1 ഉം കൂട്ടിയാൽ 2, -2 ഉം 3 ഉം ആഡ് ചെയ്താൽ +1, 3 ഉം -2 ആഡ് ചെയ്താൽ +1, 4 ഉം 4 ഉം ആഡ് ചെയ്താൽ 8. ക്ലിയർലി ദിസ് മെട്രിക്സ് ഈസ് സിമെട്രിക്. കാര്യം അറിയാമെങ്കിലും അറിഞ്ഞുകൂടെങ്കിലും എഴുതുക. കാരണം ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെ കിട്ടും. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം സെയിം അല്ലേ, സെക്കൻഡ് റോയും സെക്കൻഡ് കോളം സെയിം അല്ലേ, അത് മറ്റൊരു ഷോർട്ട് കട്ട്. അപ്പോൾ P ട്രാൻസ്പോസ് ഈക്വൽ ടു P ആയതുകൊണ്ട് ഈ മെട്രിക്സ് സിമെട്രിക് ആയിരിക്കും. നെക്സ്റ്റ്, ലെറ്റ് Q ഈക്വൽ ടു ½ ഇൻറ്റു A മൈനസ് എ ട്രാൻസ്പോസ് കണ്ടെത്തുക. ½ ഇൻറ്റു സബ്ട്രാക്ട് ചെയ്യുക. A മൈനസ് എ ട്രാൻസ്പോസ്. 1 - 1 0, -2 -3 -5. ദെൻ 3 -2 3 + 2 5, 4 - 4 0. ഈ മെട്രിക്സ് ക്ലിയർലി നമുക്ക് എന്ത് എഴുതാം? സ്ക്യൂ സിമെട്രിക് എന്ന് എഴുതാം, അല്ലേ? മനസ്സിലായില്ലെങ്കിലും അതങ്ങ് എഴുതുക. കാരണം മെയിൻ ഡയഗണൽ 0 ആണെങ്കിൽ അത് സ്ക്യൂ സിമെട്രിക് ആകാം. മെയിൻ ഡയഗണൽ എലമെൻറ്റ് 0 ആയിരിക്കണം. ഒപ്പം ഇവിടെ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈനുള്ള നമ്പർ ഇവിടെ വന്നാൽ അത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. Q ട്രാൻസ്പോസ് എടുക്കുമ്പോൾ -Q കിട്ടിയാൽ ആ മെട്രിക്സിനെ സ്ക്യൂ സിമെട്രിക് എന്ന് പറയും. ഇത് സ്ക്യൂ സിമെട്രിക് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർലി എഴുതുക. എന്നിട്ട് P + Q, ഈ Pയും Qയും തമ്മിൽ ആഡ് ചെയ്യുക. ഇവിടെയും 1/2 1/2 അത് കോമൺ ആയിട്ട് മാറ്റി വയ്ക്കുക. ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 2 - 4 6 8 കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്തു.
നെക്സ്റ്റ് 2 കൊണ്ട് ഈ എലമെന്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? എ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ഒപ്പിക്കുകയെങ്കിലും ചെയ്യണം അല്ലേ? അങ്ങനെ ഒപ്പിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്താൽ എ കിട്ടും, കിട്ടിയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്തു? എ എന്ന മെട്രിക്സിനെ സം ഓഫ് 2 മെട്രിക്സ് ആയി എഴുതി കഴിഞ്ഞു. വേർ പി ഈസ് സിമെട്രിക് ആൻഡ് ക്യൂ ഈസ് സ്ക്യൂ സിമെട്രിക്. ഇതാണ് നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Next question number 3. Find value of k so that this function is continuous at x equal to 2. ഒരു ഫംഗ്ഷൻ 2 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. So limit extending to 2 minus f of x equal to limit extending to 2 plus f of x. ഇത് ലെഫ്റ്റ് ലിമിറ്റ്, ഇത് റൈറ്റ് ലിമിറ്റ്, രണ്ടും ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താലേ കണ്ടിന്യൂസ് ആകത്തുള്ളൂ. സോ കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2, ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2വിനേക്കാളും ചെറിയ വാല്യൂ എക്സ് ലെസ് ദാൻ 2 വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? എക്സ് ലെസ് ദാൻ 2 വരുമ്പോൾ ഫംഗ്ഷൻ kx². അപ്പോൾ ഇവിടെ kx². എക്സ് ഗ്രേറ്റർ ദാൻ 2 വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? 5. ഇനി എക്സിന് 2 കൊടുക്കുക. അവിടെ കൊടുക്കുമ്പോൾ 2² 4k ഈക്വൽ ടു കോൺസ്റ്റന്റിന്റെ ലിമിറ്റിംഗ് വാല്യൂ കോൺസ്റ്റന്റ് തന്നെ 5. സോ k ഈക്വൽ ടു എന്ത് കിട്ടി? 5/4. മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. ഫൈൻഡ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ whose vertices are -2, -3, 3, 2 and -1, -8. ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണുന്ന ഫോർമുല ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1, x2, x3, y1, y2, y3, 1, 1, 1 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ്. ഫസ്റ്റ് കോളത്തിൽ എക്സ് കോർഡിനേറ്റ് എഴുതുക, -2, then 3, then -1. അതല്ലേ എഴുതിയിരിക്കുന്നത്? ആണ്. നെക്സ്റ്റ് സെക്കൻഡ് കോളത്തിൽ y കോർഡിനേറ്റ് എഴുതുക, ഫൈനലി 1, 1, 1. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടും. നിങ്ങൾക്ക് എക്സ്പാൻഷനൊക്കെ അറിയാം. ഈ 1/2 അതുപോലെ. നെക്സ്റ്റ് ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാൻ ആദ്യം -2 അതുപോലെ അതുൾപ്പെടുന്ന കോളം കളയുക, റോ കളയുക. ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുക. 2 -8, 2 + 8 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത ഓപ്പോസിറ്റ് സൈൻ -3യുടെ ഓപ്പോസിറ്റ് സൈൻ +3 ഇൻറ്റു ഈ -3 ഉൾപ്പെടുന്ന റോ കളയുക, കോളം കളയുക. ദെൻ 3 × 1 3 -1 3 + 1 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് തേർഡ് എലമെന്റ് അതുപോലെ +1 ഇൻറ്റു റോ കളയുക, കോളം കളയുക. ദെൻ ദിസ് വൺ ഇവാലുവേറ്റ് ചെയ്യുക. ഡിറ്റർമിനന്റ് -24 + 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -30/2. ഏരിയ കനോട്ട് ബി നെഗറ്റീവ്. സോ ഏരിയ ഈക്വൽ ടു 15 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇൻ്റഗ്രലുമായി ബന്ധപ്പെട്ട സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 1/x dx ഈക്വൽ ടു ലോഗ് മോഡുലസ് ഓഫ് x + e. 1/x dxന്റെ ഇൻ്റഗ്രൽ ലോഗ് mod x + e. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് മേളിൽ 1 വന്നു അല്ലേ? എങ്കിൽ ലോഗ് മോഡുലസ് ഓഫ് താഴെ ഇരിക്കുന്നത്. അങ്ങനെയും ചിന്തിക്കണം. ഇങ്ങനൊരു റിസൾട്ട് ഉണ്ട്. ഇൻ്റഗ്രൽ f'(x/f of x). താഴെ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വന്നാൽ എന്താണ് ആൻസർ? ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ cos x/1 + sin x. പലരും ഇത് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഉപയോഗിക്കാൻ പറയും. ഒന്നും ആവശ്യമില്ല. ഡിനോമിനേറ്റർ താഴെ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ത്? 1 × 0 sin x-ൻ്റെത് cos x. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ഇൻ്റഗ്രൽ ലോഗ് മോഡുലസ് ഓഫ് താഴെ ഇരിക്കുന്നത് 1 + sin x. സിമ്പിൾ. ആൻസർ കിട്ടിയില്ലേ? അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് കുറച്ച് സ്റ്റെപ്പ് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്കും സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 6. The volume of a cube is increasing at the rate of 5 cm³/second. വോളിയത്തിലുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതായത് dv/dt അതാണ് 5 എന്ന് തന്നിട്ടുള്ളത്. ഫൈൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ് സർഫസ് ഏരിയ വെൻ ദ എഡ്ജ് ഈസ് 5 cm. എഡ്ജ് നമുക്ക് x എന്ന് എടുക്കാം. dv/dt വോളിയത്തിലുണ്ടാകുന്ന ചേഞ്ച് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5. എഡ്ജ് x 5 ആകുമ്പോൾ സർഫസ് ഏരിയയിലുണ്ടാകുന്ന ചേഞ്ച്, സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ് കാണുന്ന ഫോർമുല 6x². ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t dA/dt. ഇവിടെ 6 അതുപോലെ x²ന്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു t ആയതുകൊണ്ട് dx/dt. 6 × 2 × x-ന്റെ വാല്യൂ എന്താണ്? 5 ഇൻറ്റു dx/dt. ഇത് നമുക്കറിയില്ല. അത് കണ്ടെത്താൻ വേണ്ടിയാണ് വോളിയത്തിലുണ്ടാകുന്ന ചേഞ്ച് തന്നിട്ടുള്ളത്. v ഈക്വൽ ടു എന്താണ്? x³ വോളിയം ഓഫ് ദ ക്യൂബ് കാണുന്ന ഫോർമുല x³. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t ചെയ്യുമ്പോൾ dv/dt ഈക്വൽ ടു x³ ഡെറിവേറ്റീവ് 3x² ഇൻറ്റു dx/dt എന്ന് എഴുതാം.
ഇനി എന്താണ് dv/dt യുടെ വാല്യൂ 5 ഇവിടെ കൊടുത്തു. ഈ 3x² ഇൻറ്റു ആണ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 × x², x എന്ന് 5 അല്ലേ, 5ന്റെ സ്ക്വയർ 25, അതാണ് dx/dt. ഈ dx/dt യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 6 × 2 × x എന്തായിരുന്നു 5 ഇൻറ്റു dx/dt എന്താണ് 5/3 × 25. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 cm²/s എന്ന് കിട്ടും. സോ വളരെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ, പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ 0.4 എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, ഫൈനലി പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. അല്ലേ, അത് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം പി ഓഫ് ബി ഗിവൺ എ കാണുന്ന ഫോർമുല എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ശരിയല്ലേ? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ കാണുന്ന ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ. ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതല്ലേ ആദ്യം കാണേണ്ടേ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ 0.4 എന്ന് തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എ 0.8 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.32. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. എന്താണ് ഫോർമുല? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.32 ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.5. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.64. ഒരു പാർട്ട് കൂടെ ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. എന്താണ് ഫോർമുല? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി നമ്മളിപ്പോൾ കണ്ടെത്തി 0.32. പ്രോബബിലിറ്റി ഓഫ് എയും ബിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് 0.8 പ്ലസ് 0.5 മൈനസ് 0.32. അപ്പോൾ ഇതെന്ത് കിട്ടും? 80 5 130. 130 ൽ നിന്ന് 32 കുറച്ച് 98. 0.98. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ ആൻസർ എത്രയാണ്? 0.98. നെക്സ്റ്റ് എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത മറ്റൊരു ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽസിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ചോദിച്ചിട്ടുള്ളത്. ഇൻ്റഗ്രൽ 0 to π/2 sin raised to 4x ബൈ sin raised to 4x പ്ലസ് cos raised to 4x dx. ആ ഇൻ്റഗ്രൽ നമുക്ക് കാണേണ്ടത് i എന്ന് കൊടുക്കുക. എന്നിട്ട് പ്രോപ്പർട്ടി ഉണ്ട്. ഇൻ്റഗ്രൽ 0 to a f of x എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to a f of a മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന് എക്സിനെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു എന്തെഴുതണം? 0 to π/2 sin raised to 4 എക്സിൻ്റെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് π/2 മൈനസ് എക്സ്. ഇവിടെയും എക്സിൻ്റെ പ്ലേസിൽ π/2 മൈനസ് എക്സ്, ഇവിടെയും എക്സിൻ്റെ പ്ലേസിൽ π/2 മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ. സൈൻ കോസ് ആക്കുക, കോസ് സൈൻ ആക്കുക. ഓർത്തിരിക്കുക, സൈനിൻ്റെ പ്ലേസിൽ കോസ് കൊടുത്തു, അതുപോലെ ഇവിടെയും കോസ് കൊടുക്കണം. അടുത്ത് ഇവിടെയും കോസിൻ്റെ സ്ഥാനത്ത് സൈൻ കൊടുക്കുക. ഇപ്പോൾ ഈ കിട്ടിയത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 1. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. ഐയും ആഡ് ചെയ്ത 2y. ഇതും ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം. അതുപോലെ ന്യൂമറേറ്റർ ഇത് സൈൻ റൈസ് ടു 4 പ്ലസ് കോസ് റൈസ് ടു 4. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്താൽ ജസ്റ്റ് dx മാത്രം വരും. ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x. ലിമിറ്റ് അപ്ലൈ ചെയ്യണം 0 to π/2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് π/2 മൈനസ് 0. അതായത് 2i എന്ന് പറയുന്ന π/2. അപ്പോൾ i എന്ന് പറയുന്നത് എന്താണ്? π/4. ഓർക്കുക. ഓക്കെ, അത് പഠിക്കാതെ വന്ന കുട്ടികളുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. കാരണം 8 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അറിഞ്ഞുകൂടെങ്കിൽ കുഴപ്പമില്ല. 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഈ സെക്ഷനിലെ 18 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 9. Which of the following function is invertible on capital R? ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ 1 എണ്ണം ആകണം, ഓൺ 2 ആകണം. x² യു ഷേപ്പ് 1 എണ്ണല്ല. x⁴ യു ഷേപ്പ് 1 എണ്ണല്ല. 2 ഇങ്ങനെ വരും അല്ലേ, അതും 1 എണ്ണല്ല. പിന്നെ വരുന്ന x³ വള്ളി പോലെ കിടക്കുന്ന ഫംഗ്ഷൻ, അത് 1 എണ്ണമാണ്, ഓൺ 2 ആണ്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻവെർട്ടിബിൾ ഓൺ ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ x³. നെക്സ്റ്റ് f of x 2x + 1, g of x x². Find f composition g and g composition f. Simple question. F composition g കാണുന്ന ഫോർമുല f of g of x equal to f of what is g of x, that is x². Next we have to find f of x². f of x എന്ന് പറഞ്ഞാൽ 2 into x plus 1. അപ്പോൾ f of x² എന്ത് വരും? ഈ f എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിൻ്റെ പ്ലേസിൽ ഈ അകത്തിരിക്കുന്ന വാല്യൂ കൊടുക്കുക. അപ്പോൾ എന്തുണ്ട്? 2 into x² plus 1. f of x ഇതാണ്. അപ്പോൾ f of x² കാണാൻ f of x ൽ എക്സിൻ്റെ സ്ഥാനത്ത് x² കൊടുക്കുക. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് g കോമ്പോസിഷൻ f, g of f of x equal to g of what is f of x, that is 2x plus 1.
ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്നവൻ്റെ സ്ക്വയർ. അപ്പോൾ ജി ഓഫ് 2x+1 എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്നവൻ്റെ സ്ക്വയർ 2x+1 ദ ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് 1/2. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 60 ഡിഗ്രി എന്ന് കിട്ടും. റേഡിയൽ അത് π/3 എന്നെഴുതാം. നെക്സ്റ്റ് സിംപ്ലിഫൈ ദിസ് ഫംഗ്ഷൻ. ഇത് നമുക്ക് ഇത്തവണ ചോദിച്ചതിൽ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ. വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താലും ചോയ്സിൽ പോകത്തേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് √1+x² -1/x. ഇത് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ത് കിട്ടും? തീറ്റ. ഇനി ഈ ഫംഗ്ഷൻ എടുത്തെഴുതുക. ടാൻ ഇൻവേഴ്സ് √1 എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? ടാൻ തീറ്റ. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ -1/എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ തീറ്റ. √1 ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക് ഫോർമുല സീക് തീറ്റ -1/ടാൻ തീറ്റ. ഇത് കംപ്ലീറ്റ് സൈനിലും കോസിലും മാറ്റണം. സീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/cos തീറ്റ, ദെൻ -1/ടാൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ /cos തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 - cos തീറ്റ /cos തീറ്റ sin തീറ്റ /cos തീറ്റ. cos തീറ്റ ക്യാൻസൽ ചെയ്താൽ 1 - cos തീറ്റ sin തീറ്റ. വീണ്ടും ട്രിഗണോമെട്രിക് ഫോർമുല 1 - cos തീറ്റ, ഹാഫ് ആംഗിൾ ഫോർമുല 2 sin സ്ക്വയർ തീറ്റ /2. അടുത്ത് സൈൻ തീറ്റ, ഹാഫ് ആംഗിൾ ഫോർമുല 2 sin തീറ്റ /2 cos തീറ്റ /2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ /2. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ആണെങ്കിൽ എക്സ്, അതുകൊണ്ട് ഇവിടെ ആൻസർ തീറ്റ /2. തീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ്. സോ ആൻസർ 1/2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഇതൊരു ടഫായ ക്വസ്റ്റ്യൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ചെയ്ത് പഠിച്ചവർക്ക് ചെയ്യാൻ സാധിക്കും, അല്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ് എ ബി? ഇത് 2/2, ഇത് 2/2. മൾട്ടിപ്ലൈ കിട്ടുന്നതും 2/2. സോ ഓർഡർ ഓഫ് എ ബി എന്താണ്? 2/2. ഫൈൻഡ് എ ബി. എന്നിട്ട് ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടെത്തുക. ഇതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകതയുണ്ട്, അത് എന്ത് എന്ന് മനസ്സിലാക്കാം. എ ബി, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് മെട്രിക്സിലെ റോയും സെക്കൻഡ് മെട്രിക്സിലെ കോളംസ് തമ്മിലാണ് ഓപ്പറേഷൻ. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 2 × 3 6, 1 × -5 -5. അടുത്ത ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും 2 × -1 -2, 1 × 2 +2. ഇതേപോലെ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും ചെയ്ത് ഇവിടെ എഴുതുക. 5 × 3 15, അടുത്തത് -15. അടുത്ത സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും -5 + 6. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 0 0 1. എ ബി എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ്. ഇതിൻ്റെ ഇൻവേഴ്സ്, ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഇൻവേഴ്സ് അത് തന്നെ. ഈ ഫോർമുല ഒന്നും എഴുതണ്ട. എ ഇൻവേഴ്സ് ഈക്വൽ ടു ആ മെട്രിക്സ് തന്നെ എഴുതിയാൽ മതി. ഇനി അഡ്ജെ ബൈ ഡിറ്റർമിനന്റ് എന്ന ഫോർമുല അപ്ലൈ ചെയ്താലും ഈ ആൻസർ തന്നെ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. ഈ ഫംഗ്ഷൻ ഏതൊക്കെ ഇന്റർവെല്ലാണ് ഇൻക്രീസിംഗ്, ഏതൊക്കെ ഇന്റർവെല്ലാണ് ഡിക്രീസിംഗ്? അതിനുവേണ്ടി ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. x² ഡെറിവേറ്റീവ് 2x × 2 4x -8x ഡെറിവേറ്റീവ് -8. ഈ 7 കോൺസ്റ്റന്റ് മാത്രം, ഡെറിവേറ്റീവ് 0. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ 4x - 8 = 0, 4x = 8, x = 2. അപ്പോൾ നമ്മുടെ റിയൽ ലൈനിനെ ഈ പോയിന്റ് 2 ഇന്റർവെലായിട്ട് ഡിവൈഡ് ചെയ്യും. -∞ to +∞, അതാണ് റിയൽ നമ്പർ അല്ലേ. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റാണ് 2. ഓപ്പൺ ഇന്റർവെൽ -∞, 2 വരെ ഈ ഫംഗ്ഷന് ഒരു നേച്ചറും, ഓപ്പൺ ഇന്റർവെൽ 2, ∞ മറ്റൊരു നേച്ചറും. അതെന്തെന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ആദ്യത്തെ ഇന്റർവെൽ കൺസിഡർ ചെയ്യുക. ഇൻ -∞, 2 ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? 4x - 8. ഈ ഇന്റർവെല്ലിലെ ആർബിട്രറി ആയിട്ട് ഒരു പോയിന്റ് എടുക്കുക. 2നെക്കാളും ചെറിയ ഒരു റിയൽ നമ്പർ, 1 ഉണ്ട്, 0 ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ 0 കൊടുക്കുന്നു ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ -8. ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് കിട്ടി ഈ ഇന്റർവെല്ലിൽ. ഈ ഇന്റർവെല്ലിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അതായത് ഈ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. സ്വാഭാവികമായിട്ട് അടുത്ത ഇന്റർവെൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻക്രീസിങ്. എങ്കിലും ചെക്ക് ചെയ്യണം. ഇൻ 2, ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതുക. 2നെക്കാളും വലിയൊരു റിയൽ നമ്പർ 3 കൊടുക്കുന്നു എക്സിന്. അപ്പോൾ പോസിറ്റീവ് എന്ന് കിട്ടി ഫസ്റ്റ് ഡെറിവേറ്റീവ്. ദെയർഫോർ ദിസ് ഫംഗ്ഷൻ ഈസ് എന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ ദിസ് ഇന്റർവെൽ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. ചില കുട്ടികളെങ്കിലും പഠിക്കാതെ സ്കിപ്പ് ചെയ്ത ഒരു ചാപ്റ്റർ ആകാനാണ് സാധ്യത. ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫൈൻഡ് ഓർഡർ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. d²y/dx² + dy/dx the whole cube = 0. ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ഓർഡർ എന്താണ്? 2. അതിൻ്റെ എക്സ്പൊണന്റ് പവർ അതാണ് ഡിഗ്രി. ഡിഗ്രി എന്താണ്? 1. അതിവിടെ ചോദിച്ചിട്ടില്ല. ഡിഗ്രി 1ഉം ഓർഡർ എന്താണ്? 2. ഓർഡർ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് 2.
നെക്സ്റ്റ് ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ ഇൻ്റഗ്രേഷൻ ചെയ്യണം. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുക. ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കുക. dy by 1 plus y square equal to ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 plus x square into dx which is in variable separable form. dy യുടെ കൂടെ y യുടെ ടേമും dxന്റെ കൂടെ x ന്റെ ടേമും സെപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചാൽ which is in variable separable form. വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി കഴിഞ്ഞാൽ സൊല്യൂഷൻ കാണാൻ we have to integrate both sides. ഇന്റഗ്രൽ അപ്ലൈ ചെയ്യുന്നു. ഇന്റഗ്രൽ 1 by 1 plus y square tan inverse y. 1ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു x സ്ക്വയറിൻ്റെത് x³ by 3 പ്ലസ് c വിച്ച് ഈസ് ദ ജനറൽ സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ വൺ. ഫൈൻഡ് ഏരിയ ഓഫ് ദ സർക്കിൾ x² plus y² ഈക്വൽ ടു 9. ഈ സർക്കിളിൻ്റെ മൊത്തം ഏരിയ കാണണം. സർക്കിളിൻ്റെ റേഡിയസ് 0 എന്നാണ് 3 ആണല്ലോ. അപ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് എന്താണ്? 0 to 3 ആണ്. x വാരീസ് ഫ്രം 0 to 3. സർക്കിളിൻ്റെ മൊത്തം ഏരിയ കാണാൻ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കണ്ടിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഏരിയ ഈക്വൽ ടു 4 ഇൻറ്റു ഇൻറ്റഗ്രൽ ഏത് മുതൽ ഏത് വരെ ഇൻറ്റഗ്രേഷൻ ചെയ്യണം? x വാരീസ് ഫ്രം 0 to 3. ഇൻറ്റഗ്രൽ 0 to 3 y dx. 4 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 3 എന്താണ് y? x² plus y² 9. y² ഈക്വൽ ടു 9 മൈനസ് x². അപ്പോൾ y ഈക്വൽ ടു √9 മൈനസ് x². അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി 4 അതുപോലെ അടുത്ത ഫോർമുലയാണ്, പഠിച്ചാലേ പറ്റൂ. ഇൻറ്റഗ്രൽ √9 മൈനസ് x² x/2 ഇത് അതുപോലെ പ്ലസ് s²/2 9/2 സൈൻ ഇൻവേഴ്സ് x ബൈ a. s² 9 ആണ്. അപ്പോൾ a എന്താണ്? 3. ഇനി മൊത്തത്തിൽ എക്സിന് എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. മൈനസ് എക്സിന് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 4 ഇൻറ്റു 9/2 π/2 സൈൻ ഇൻവേഴ്സ് കൊണ്ട് എന്താണ്? π/2. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9π. നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ πr², റേഡിയസ് 3 ആണ് അല്ലേ? അപ്പോൾ r² 9. അപ്പോൾ ആൻസർ 9π. അഥവാ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോഴോ സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോഴോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ ആൻസർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റായി എഴുതാൻ പാടില്ല. ഡയറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാർക്ക് കിട്ടും. മറന്നു പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. കൺസിഡർ ദ പോയിന്റ്സ്. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. റൈറ്റ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ എ ആൻഡ് ബി. 2 പോയിന്റ് തന്നാൽ ഡയറക്ഷൻ റേഷ്യോ കാണുന്ന ഫോർമുല x2 മൈനസ് x1 കോമ y2 മൈനസ് y1 കോമ z2 മൈനസ് z1. എക്സ് കോർഡിനേറ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 മൈനസ് 2 1. അടുത്ത എന്താണ്? -4 -3 -7. അടുത്ത 5 - 1 4. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് 1, -7, 4. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വെക്റ്റർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ എ ആൻഡ് ബി. 2 രീതി ചെയ്യാം. 2 പോയിന്റ് തന്നാൽ വെക്റ്റർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ കാണാൻ ഫോർമുലയുണ്ട്, പക്ഷെ അതിപ്പോൾ സിലബസിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവർ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇത് ഏതെങ്കിലും ഇത് രണ്ടും നമ്മുടെ ലൈനിലുള്ള പോയിന്റാണ്. ഏതെങ്കിലും ഒരു പോയിന്റ് ആർബിട്രേറ്റ് എടുക്കാം. ഇത് എ എന്നെടുക്കാം. എന്നിട്ട് ബി എന്ന് പറയുന്നത് ഈ കിട്ടിയ ഡയറക്ഷൻ റേഷ്യോസിൻ്റെ വെക്റ്റർ. അപ്പോൾ വെക്റ്റർ ആർ ഈക്വൽ ടു എന്താണ്? എ പ്ലസ് ലാംഡ ബി. വെക്റ്റർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. എ എന്ന് പറയുന്ന ആദ്യത്തെ പോയിന്റിന്റെ വെക്റ്റർ 2i പ്ലസ് 3j പ്ലസ് k പ്ലസ് ലാംഡ ഇൻറ്റു ബി എന്ന് പറയുന്ന ഈ വെക്റ്റർ 1i മൈനസ് 7j പ്ലസ് 4k. ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്താലും ഈ ആൻസർ തന്നെ കിട്ടും. ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റിന്റെ ക്യാപിറ്റൽ എ എന്ന പോയിന്റിന്റെ വെക്റ്റർ പ്ലസ് ലാംഡ ഇൻറ്റു ഈ ഡയറക്ഷൻ റേഷ്യോസിന്റെ വെക്റ്റർ, അതാണ് പാരലൽ വെക്റ്റർ. അതുപോലെ കാർട്ടീഷ്യൻ ഇക്വേഷൻ x മൈനസ് x1 ബൈ എ ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഈക്വൽ ടു z മൈനസ് z1 ബൈ സി. x1 y1 z1 എന്ന് പറഞ്ഞാൽ 2 3 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ബി സി എന്ന് പറയുന്നത് 1 -7 4. ഇവിടെ മറ്റൊരു ഫോർമുലയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതും നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, പക്ഷേ ഡിലീറ്റഡ് പോർഷനാണ് ഇപ്പോൾ. അടുത്ത കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ബേസ് തിയറം. ബാഗ് 1 contains 3 red and 4 black balls. Bag 2 contains 5 red and 6 black balls. One ball is taken from one of the bag and it is found to be red. അല്ലേ, ഒരു ബാഗ് ചൂസ് ചെയ്യുക, ഒരു ബോൾ എടുക്കുക, അതെന്തായിരിക്കണം? റെഡ്. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ടേക്കൺ ഫ്രം സെക്കൻഡ് ബാഗ്. ഒന്നിൽ കൂടുതൽ ബാഗുകൾ പറയുന്നു, ഒരു കണ്ടീഷൻ പറയുന്നു. സോ വി ഹാവ് ടു അപ്ലൈ ബേസ് തിയറം. എങ്ങനെയാണ് ബേസ് തിയറം? ആദ്യം E1 ഇവന്റുകൾ ഡിഫൈൻ ചെയ്യണം. ചൂസിങ് ബാഗ് 1. E2 ചൂസിങ് ബാഗ് 2. ക്യാപിറ്റൽ എ എന്താണോ തന്നിട്ടുള്ള കണ്ടീഷൻ അത് ക്യാപിറ്റൽ എ എന്ന് കൊടുക്കുക. ദ ഡ്രോൺ ബോൾ ഈസ് റെഡ്. നമുക്കിവിടെ 2 ബാഗ് ഉണ്ട്. ഒന്നാമത്തെ ബാഗ് ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി P of E1 1/2. മൊത്തം 2 ബാഗിൽ ഒന്നാമത്തെ ഒന്നല്ലേ ഉള്ളൂ. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് E2 അതും 1/2.
അടുത്ത പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 കണ്ടെത്തണം. ഒന്നാമത്തെ ബാഗിൽ നിന്ന് E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാഗ്, അതിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത. ഒന്നാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത. ഒന്നാമത്തെ ബാഗിൽ മൊത്തം 7 ബോളുണ്ട്, അതിൽ റെഡ് 3 ആണ്. അപ്പോൾ സാധ്യത 3/7. അത്രയല്ലേ ഉള്ളൂ, എഴുതി. അടുത്ത പി ഓഫ് എ ഗിവൺ E2, സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത. സെക്കൻഡ് ബാഗിൽ എത്ര ബോളുണ്ട്? 5 ആകും 11, അതിൽ റെഡ് ബോൾ 5. അപ്പോൾ ആൻസർ 5/11. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ബേസ് തിയറം അപ്ലൈ ചെയ്യണം. വി ഹാവ് ടു ഫൈൻഡ് എന്താണ് taking a red ball which is from bag 2, what is the probability? അപ്പോൾ എന്താണ് probability of E2 given A? ഒരു ബോൾ എടുക്കുക, അത് റെഡ് ആയിരിക്കണം, അതാണ് കണ്ടീഷൻ. അത് താഴെ എഴുതി. അത് എവിടെ നിന്നായിരിക്കണം? രണ്ടാമത്തെ ബാഗ്, അതെന്താണ്? E2. സോ P of E2 given A equal to ഫോർമുല ബേസ് തിയറം അഡ്ജസ്റ്റ്മെന്റ് എടുത്താണ്. P of E2 എഴുതി ഇൻറ്റു P of തരതിരിച്ചെഴുതുക A given E2. ഇവിടെ ഇരിക്കുന്ന റെസിപ്രോക്കലായിട്ട് എഴുതുക, അല്ലേ? റെസിപ്രോക്കൽ എന്ന് പറഞ്ഞുകൂടാ, അങ്ങനെയെങ്കിലും. അടുത്ത് ഇതിന്റെ ടോട്ടൽ പ്രോബിലിറ്റി ഇതേ ഫോമാറ്റിൽ ആദ്യത്തെ ഇവന്റ് P of E1 ഇൻറ്റു P of A given E1 പ്ലസ് അടുത്തത് P of E2 ഇൻറ്റു P of A given E2. എന്നിട്ട് ഈ തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ ആൻസർ കിട്ടും. ഇത്രയുമാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത്. 2 ക്വസ്റ്റ്യൻ ചോയ്സ് ഉണ്ട്, അതുകൊണ്ട് 6 ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളത് ഒരു വിഷയമേ അല്ല. നെക്സ്റ്റ് എസ്എ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 17. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ്. അല്ലേ, 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്, 3 വേരിയബിൾ. അപ്പോൾ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ AX ഈക്വൽ ടു B, വേർ A എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സ്. മെട്രിക്സ് 2 3 3, അടുത്ത 1 -2 1, അടുത്ത 3 -1 -2. ക്യാപിറ്റൽ X എന്ന് പറയുന്നത് കോളം മെട്രിക്സ്, വേരിയബിൾ X Y Z. ക്യാപിറ്റൽ B എന്ന് പറയുന്നത് കോളം മെട്രിക്സ് 5 -4 3. ഇത് നിങ്ങൾ ആദ്യം എടുത്തെഴുതുക, അല്ലേ? ഗിവൺ മെട്രിക്സിനെ, ഗിവൺ ഇക്വേഷനെ AX ഈക്വൽ ടു B എന്ന് എഴുതാം. അതിൽ A എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സ്, X വേരിയബിൾ മെട്രിക്സ് കോളമായിട്ട് എഴുതുക, ക്യാപിറ്റൽ B കോൺസ്റ്റന്റ് കോളമായിട്ട് എഴുതുക. എന്നിട്ട് ഡിറ്റർമിനൻ്റ് കണ്ടെത്തുക. അറിയാമല്ലോ, 2 ഇൻറ്റു കോളം കളയുക, റോ കളയുക, അതാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത ഓപ്പോസിറ്റ് സൈൻ -3 ഇൻറ്റു ആ 3 ഉൾപ്പെടുന്ന റോ കളയുക, കോളം കളയുക. അപ്പോൾ 1 1 3 -2. അടുത്ത തേർഡ് എലമെൻറ്റ് അതുപോലെ +3 ഇൻറ്റു 3 ഉൾപ്പെടുന്ന റോ കളയുക, കോളം കളയുക. ബാക്കിയുള്ളത് ഈ 4 എഴുതി. എന്നിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 40. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്കറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് അഡ്ജോയിൻറ്റ്. കോഫാക്ടേഴ്സ് കണ്ടിട്ട് അഡ്ജോയിൻറ്റ് കാണാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ്. നമ്മുടെ റിവിഷൻ ക്ലാസ്സിലും ഡീറ്റെയിൽഡ് ക്ലാസ്സിലും ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിലും ഈ മെത്തേഡാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് എഴുതുന്നത്? ആദ്യം A എന്ന് പറയുന്ന ഈ മെട്രിക്സിലെ എലമെൻറ്റ്സ് ഇത്ര എഴുതുക. ഈ 9 എലമെൻറ്റ്സ് ആദ്യം എഴുതുക. അതാണ് ഈ 9 എലമെൻറ്റ്. കണ്ടോ, 2 3 3 ഇത്രയും 9 എലമെൻറ്റ്. എന്നിട്ട് ആദ്യത്തെ 2 കോളം റിപ്പീറ്റ് ചെയ്ത് എഴുതുക. കണ്ടോ, 2 1 3 3 -2 -1. എന്നിട്ട് അപ്പോൾ ഇത്രയും എലമെൻ്റാണ് നമുക്ക് കിട്ടിയത്, അല്ലേ? അതിൽ ആദ്യത്തെ 2 റോ താഴെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ആദ്യത്തെ ഫസ്റ്റ് 2 റോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ബൗണ്ടറി കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അഡ്ജേ കാണാൻ ആദ്യം ഈ 4 എലമെൻറ്റിൻ്റെ ഡിറ്റർമിനൻറ്റ് 4 -1 4 +1, അതാണ് 5. അടുത്ത താഴോട്ട് ചെയ്തു പോവുക, പക്ഷേ എഴുതുമ്പോൾ റൈറ്റിലോട്ട് എഴുതി പോവുക. അടുത്ത താഴെ ഈ 4 എലമെൻറ്റ്. അപ്പോൾ എന്ത് കിട്ടും? -3 +6 -3 +6 ദറ്റ് ഈസ് +3. കണ്ടോ, അതിവിടെ എഴുതുക. അടുത്ത ഏറ്റവും ലാസ്റ്റ് 4, ഇത് 4 അല്ലേ? 3 +2 അല്ല, എന്താണ്? 3 × 1 3 മൈനസ് അല്ലേ? അപ്പോൾ പ്ലസ് ആവും. 3 +6 ദറ്റ് ഈസ് 9. അടുത്തെന്തായി? അത് ഈ 4 എലമെൻറ്റ് എഴുതുക. അപ്പോൾ 3 -2 3 +2, അതാണ് ഈ 5. അടുത്തത് -4 -9 -13. അവസാനത്തെ ഈ 4 എണ്ണം. അപ്പോൾ 3 -2 ദറ്റ് ഈസ് എന്താണ്? 1. അടുത്ത് വീണ്ടും ഇവിടെ മേളിൽ ഈ 4 എണ്ണം ചെയ്യുക. അടുത്ത ഈ 4 എണ്ണം ചെയ്യുക. അതാണ് ലാസ്റ്റ് എഴുതേണ്ടത്. സോ അഡ്ജെ കിട്ടിക്കഴിഞ്ഞു. A ഇൻവേഴ്സ് കാണുന്ന ഫോർമുല അഡ്ജെ ബൈ ഡിറ്റർമിനൻറ്റ് A 1/40 ഇൻറ്റു അഡ്ജെ, അതുപോലെ എഴുതി. ക്യാപിറ്റൽ X ഈക്വൽ ടു എന്താണ് ഫോർമുല? A ഇൻവേഴ്സ് ഇൻറ്റു B. 1/40 ഇൻറ്റു A ഇൻവേഴ്സ് എഴുതുക. ക്യാപിറ്റൽ B തുടക്കത്തിൽ എഴുതി, കോളം മെട്രിക്സ് 5 -3. ഈ 1/40 അതുപോലെ ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ചെയ്യുമ്പോൾ ഒരു എലമെൻറ്റ് കിട്ടും. 5 × 5 25 അല്ലേ? അടുത്ത 3 × -4 -12 9 × 3 27. ഇതുപോലെ സെക്കൻഡ് റോയും ഈ കോളവും മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. തേർഡ് റോയും ഈ കോളവും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ എലമെൻറ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 40 80 -40. ഓരോന്നിനെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 -1. അതായത് X = 1, Y = 2, Z = -1. നെക്സ്റ്റ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. X = 80², Y = 280. ഫൈൻഡ് dy/dx.
dy/dx കാണുന്ന ഫോർമുല dy/dt ബൈ dx ബൈ dt. 2at അതാണ് y, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ടിയുടെ ഡെറിവേറ്റീവ് 1, അപ്പോൾ 2a. അടുത്ത് at² അതാണ് x, a മാറ്റി വയ്ക്കുക. t² ഡെറിവേറ്റീവ് 2t, x² 2x അല്ലേ, എക്സിന് വരെ t, അത്രയേ ഉള്ളൂ. 2a ക്യാൻസൽ ചെയ്താൽ 1/t. സെക്കൻഡ് പാർട്ട് y ഈക്വൽ ടു 5 cos x മൈനസ് 3 sin x. ആദ്യം ഫൈൻഡ് dy/dx. 5 കോൺസ്റ്റന്റ്, cos x-ൻ്റെത് മൈനസ് sin x, മൈനസ് 3 കോൺസ്റ്റന്റ്, sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട്, ഈ y തന്നിട്ട് നമുക്കൊരു ഇക്വേഷൻ പ്രൂവ് ചെയ്യണം. d²y/dx² പ്ലസ് y ഈക്വൽ ടു 0. അപ്പോൾ dy/dx കണ്ടെത്തി, അതിനെ ഒരിക്കൽ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ d²y/dx² ഈക്വൽ ടു -5, അതുപോലെ sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x, -3 അതുപോലെ cos x-ൻ്റെ മൈനസ് sin x, ആ മൈനസും ഈ മൈനസും കൂടെയാണ് പ്ലസ് 3 sin x. ഇതിൽ നിന്നൊരു മൈനസ് പുറത്തെടുത്താൽ 5 cos x മൈനസ് 3 sin x എന്ന് വരും. മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈ കിട്ടിയതാണ് എന്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള y. അപ്പോൾ ഇത് d²y/dx² ഈക്വൽ ടു -y, അത് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ d²y/dx² പ്ലസ് y ഈക്വൽ ടു 0 എന്ന് കിട്ടും. ടഫായിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 19. എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ a.b എന്താണ്? 0. നെക്സ്റ്റ് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് വാല്യൂ ഓഫ് ലാംഡ. ഈ രണ്ട് വെക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലാംഡ? ഈ രണ്ട് വെക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ a.b എന്തായിരിക്കും? 0. സിൻസ് a ആൻഡ് b ആർ പെർപെൻഡിക്കുലർ, a.b 0. അപ്പോൾ a.b കാണുക. എങ്ങനെയാണ് a.b? ഐയുടെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 2. അടുത്ത പ്ലസ് ലാംഡ ഇൻറ്റു -2 ലാംഡ പ്ലസ് 3 × 4 പ്ലസ് 12 ഈക്വൽ ടു 0 എന്ന് എഴുതുക. അതാണ് എഴുതിയിരിക്കുന്നത്. -2 ലാംഡ ഈക്വൽ ടു -14 ലാംഡ ഈക്വൽ ടു 7. നെക്സ്റ്റ് ഫൈൻഡ് പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ ബി. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ആദ്യം എന്ത് കാണണം? a.b. ഈ വെക്ടറും ഡോട്ട് അറിയാലോ, ഐയുടെയും കോഎഫിഷ്യന്റ് 1 × 4 4, 2 × -1 -2, -3 × 2 -6, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -4. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കാണുക. റൂട്ട് ഓഫ് 4ൻ്റെ സ്ക്വയർ 16, -1ൻ്റെത് 1, 2ൻ്റെ 4, റൂട്ട് 21 എന്ന് കിട്ടും. പ്രൊജക്ഷൻ ഓഫ് a1b കാണുന്ന ഫോർമുല a.b ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി -4/√21. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൾസോ. നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. മാക്സിമൈസ് z ഈക്വൽ ടു 4x + y സബ്ജക്റ്റ് ടു ദീസ് കണ്ടീഷൻസ്. അപ്പോൾ ആദ്യം ഈ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ കണ്ടെത്തണം. അതിനെയാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഈ ഇനിക്വാളിറ്റിയെ ഇക്വേഷൻ ആക്കുക. x + y ഈക്വൽ ടു 50. അപ്പോൾ അതെന്താണ്? ഒരു ലൈനാണ്, സ്ട്രെയിറ്റ് ലൈനാണ്. അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ രണ്ട് വ്യത്യസ്തമായ പോയിന്റുകൾ കണ്ടെത്തണം. അപ്പോൾ x + y ഈക്വൽ ടു 50. എക്സിന് എന്ത് കൊടുക്കുക? 0. അപ്പോൾ y-യുടെ വില എത്രയാണ്? 50. അടുത്ത് തിരിച്ച് y-ക്ക് 0 കൊടുക്കുക. അപ്പോൾ y-ക്ക് 0 കൊടുത്ത് എക്സിൻ്റെ വില 50. അപ്പോൾ ഒരു പോയിന്റ് 0,50, മറ്റേ പോയിന്റ് 50,0. ഇതുപോലെ അടുത്ത ഇനിക്വാളിറ്റി ഇക്വേഷൻ ആക്കി ഒരു ലൈൻ വരയ്ക്കണം. അതിനുവേണ്ടി രണ്ട് പോയിന്റ് കണ്ടെത്തണം. 3x + y ഈക്വൽ ടു 90. എക്സിന് 0 കൊടുത്താൽ y ഈക്വൽ ടു 90. അടുത്ത് y-ക്ക് 0 കൊടുത്താൽ 3x 90, x ഈക്വൽ ടു എന്ത് കിട്ടി? 30. അപ്പോൾ നമുക്കിവിടെ 0 മുതൽ 90 വരെ ഉണ്ടല്ലേ. അപ്പോൾ വരയ്ക്കുമ്പോൾ 0 മുതൽ 90 വരെ 1 സെൻറ്റിമീറ്റർ 10 എന്ന രീതിയിൽ എടുക്കുക. 10, 20 അങ്ങനെ 90 വരെ, മേളിലോട്ട് 90 വരെ. ഇനി ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്താണ്? 0 50 50 0 0 50. എക്സിൽ 0, y വാല്യൂ 50 ഇൻറ്റു കിട്ടും. അടുത്ത് 50,0. ഇതാ ഇവിടെ 50, x 50, y വാല്യൂ 0. ഇവിടെ ഇൻറ്റു ഇടുക. ഇവ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് സൊല്യൂഷൻ താഴോട്ടായിരിക്കും. അപ്പോൾ ആ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ താഴോട്ട്. അടുത്തത് ഇതുപോലെ മാർക്ക് ചെയ്യുക. ആ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു താഴോട്ട്. ഈ രണ്ട് ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള പോർഷൻ, അത് ഈ ഷെയ്ഡഡ് പോർഷൻ. അതിൻ്റെ കോർണർ പോയിന്റ്സ് എ, ബി, ദെൻ സി, ഡി. ദീസ് ആർ ദ കോർണർ പോയിന്റ്സ്. ഈ കോർണർ പോയിന്റാണ് മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ നൽകുന്നത്. ആദ്യം എ എന്ന് പറയുന്ന പോയിന്റ് 0 0. അവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4x + y. എക്സും വൈയും 0 ആകുമ്പോൾ 0. അടുത്ത് ബി എന്ന് പറയുന്നത് 30,0. എക്സിന് 30, വൈക്ക് 0 കൊടുക്കുക ഇസഡിൽ, അപ്പോൾ 120. അടുത്ത് ഡി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? എക്സ് 0, വൈ വാല്യൂ 50, 0,50. എക്സിന് 0 കൊടുത്ത് വൈക്ക് 50, അപ്പോൾ ഇസഡ് ഈക്വൽ ടു എന്താണ്? 50. അടുത്ത സി എന്ന് പറയുന്നത് കൃത്യമായി വരച്ചാൽ നമുക്ക് തന്നെ ഇവിടെ നോക്കി ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ്? സി എന്ന് പറയുമ്പോൾ 20,30 എന്നാണ് തോന്നുന്നത്. യെസ്, സി എന്ന് പറയുന്നത് 20,30. അതായത് എക്സ് വാല്യൂ 20,
ഇവിടെ നിന്ന് കറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ കണ്ടോ 20 then 30 ഇതിൽ നിന്ന് വരയ്ക്കുമ്പോൾ കറക്റ്റ് 30 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ രണ്ട് ലൈൻസും സോൾവ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ കണ്ടതില്ലേ ഈ ലൈനും തമ്മിൽ സോൾവ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3x നിന്ന് എക്സ് കുറയ്ക്കുമ്പോൾ 2x 90 നമ്പർ 40 2x സമം 40 x സമം 20 അങ്ങനെ സോൾവ് ചെയ്തും കണ്ടെത്താം. എന്തായാലും സി എന്ന് പറയുന്നത് 20,30 എക്സിന് 20 കൊടുക്കുക വൈക്ക് 30 കൊടുക്കുക സിംപ്ലിഫൈ ചെയ്തപ്പോൾ 110. ഈ കിട്ടിയതിൽ മാക്സിമം വാല്യൂ ഏത് 120. സോ മാക്സിമം വാല്യൂ 120 വേർ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത്. വേർ എക്സ് is equal to 30 y is equal to 0. അപ്പോൾ 30,0 എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മാക്സിമം വാല്യൂ കിട്ടുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വർഷത്തെ മോഡൽ എക്സാമിനേഷന് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ചോദിച്ചത്. സയൻസ് വിദ്യാർത്ഥികൾക്കും സിമ്പിളായിരുന്നു, കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും സിമ്പിളായിരുന്നു. കുറച്ചുകൂടെ ഗൗരവത്തിൽ പഠിക്കുക, കാരണം പബ്ലിക് എക്സാം ഇത്രയും സിമ്പിൾ ആകണമെന്ന് നിർബന്ധമില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്തവർക്ക് മാത്രമേ കൂടുതൽ മാർക്ക് കിട്ടൂ. അതുകൊണ്ട് ബി പോസിറ്റീവ്, മോർ വർക്ക് ചെയ്യുന്നവർക്ക് മോർ മാർക്സ്, അതാണ് ഇപ്പോഴത്തെ പോളിസി. അത് തന്നെ ആയിരിക്കും പോളിസി. അതുകൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ നമ്മുടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ മിടുക്കരായ കുട്ടികൾ കാണുക, പ്രത്യേകിച്ച് കൊമേഴ്സ് വിദ്യാർത്ഥികൾ, ബയോളജി സയൻസ് വിദ്യാർത്ഥികൾ എല്ലാവരും അവരെല്ലാം മിടുക്കരാണെന്നാണല്ലോ വൈപ്പ്. കൊമേഴ്സ് വിദ്യാർത്ഥികളും മിടുക്കരാണ്. എങ്കിലും മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് കുറച്ച് സിമ്പിളും ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് കുറച്ച് ടഫുമായിട്ടാണ് സാധാരണ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ബയോളജി സയൻസ് വിദ്യാർത്ഥികൾ കൂടുതൽ വർക്ക് ചെയ്യണം എന്ന് ആവശ്യപ്പെടാൻ കാരണം. തീർച്ചയായിട്ടും പബ്ലിക് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഒത്തിരി ക്ലാസ്സുകൾ പിന്നാലെ നിങ്ങൾക്ക് നൽകുന്നതാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.